അപ്പോൾ ഇന്നത്തെ ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം ഓരോരുത്തർക്ക് 5 ഐസ്ക്രീം വെച്ച് കൊടുക്കും. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം ആരാണോ കഴിച്ച് ചെയ്യുന്നത് അവർക്ക് 500 രൂപ സമ്മാനം. അപ്പം കോമ്പറ്റീറ്ററായി വന്നിരിക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. പേരെന്താണ്? ആയിഷ, റസ്ലാൻ. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരുമാണ്. അപ്പോൾ നമുക്ക് ടൈമർ വെക്കും. ആരാണ് ആദ്യം കഴിയുന്നത് അവർക്ക് 500 രൂപ സമ്മാനം. ഇപ്പൊ ടൈമർ വെക്കാൻ പോവാണ്. ആരാണ് ആദ്യം കഴിച്ചു തരുന്നതെന്ന് നോക്കാം. അപ്പം റെഡി, 1 2 3 സ്റ്റാർട്ട്. അഞ്ചെണ്ണം. ഇത് ഇങ്ങോട്ട് തിരിക്കല്ലേ, ഇത് എവിടെയാ ക്യാമറ? ആരാദ്യം കഴിച്ചു തീർക്കുന്നു? ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കുറച്ചും കൊടുന്നു. സമയണ്ട്. ഒരാളിപ്പോ തീരാറായിരിക്കാണ്. വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തയാളും. ആഹാ, വീണൊന്നും പോരുത്. ആൾക്ക് എപ്പോ വേണമെങ്കിലും ക്വിറ്റ് ചെയ്യാം കേട്ടോ. പക്ഷെ മറ്റൊരു കൊണ്ടുപോകും സമ്മാനം മാത്രം. അങ്ങനെ ഒരെണ്ണം തീർത്തിരിക്കുകയാണ്. രണ്ടുപേരും ഓരോന്ന് വെച്ച് തീർത്തിരിക്കുകയാണ്. രണ്ടാമത്തേതാ തുറക്കാൻ പോകുന്നു. എന്തായിരുന്നു പേരെന്തായിരുന്നു? റസ്ല. ആ, രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആര് വിജയിക്കും? റസ്ലാൻ. അതായത് ഇവര് റസ്ലാൻ. ആര് വിജയിക്കും? ആയിഷ. ഓക്കെ, ഇതിനു മുന്നേ പരിചയമുണ്ടോ? അതായത് തീറ്റ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ലില്ല, ഫസ്റ്റ് ടൈമാണ്. ഇവിടെയോ? ഇല്ല, ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, ബോയ്സിനല്ലേ? അത് ഞാൻ അടുത്ത ഗെയിമിൽ കൊടുക്കുന്നതാണ്. ഒരു കൂസലും ഇല്ലാതെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 3 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 1 മിനിറ്റാണ് ഒരു ഐസ്ക്രീം കഴിക്കാൻ എടുക്കുന്നത്. പിള്ളേർക്കൊക്കെ അല്ലേ? പിള്ളേരാണെങ്കിൽ 5 1 മിനിറ്റ് തീർത്താനെ അല്ലേ? ആ, മൂന്നാമത്തെയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. ആര് തീർക്കും നോക്കാം. വെറും 2 ഐസ്ക്രീമിൽ 500 രൂപ ഇരിക്കുന്നത്. വേന്ന് കഴിച്ചാൽ അതെ. വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടത്തി വെട്ടാൻ പോവുകയാണ്. കടത്തി വെട്ടും. യെസ്, 3 എണ്ണം രണ്ടുപേരും ഒരുമിച്ച് തീർത്തിരിക്കുകയാണ്. ഇനി 2 എണ്ണങ്ങൾ കൂടെ മാത്രം. ഇങ്ങോട്ട് നോക്കി കഴിക്കൂ. അതെ, കടിക്കില്ലേ? ടിപ്സ് പറഞ്ഞു കൊടുക്ക്. അത് തന്നെ, ടിപ്സ് പറഞ്ഞു കൊടുക്ക്. ഇനി 1 എണ്ണം കൂടെ ഉള്ളു ബാക്കി. 500 കൊണ്ടുവന്ന് നോക്കാം. 1 എണ്ണം കൂടെ ഉള്ളു ബാക്കി. ആഞ്ഞ് കടിച്ച് തിന്നുക. യെസ്. താഴെ കളയരുത്. താഴെ കളഞ്ഞ ഫൗളാണ്. താഴെ കളയരുത്. ഇന്നത്തെ ദിവസം എനിക്ക് ഐസ്ക്രീം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മത്സരം അവസാനത്തോടെ അടുത്തു. 1 എണ്ണം കൂടി ഉള്ളൂ. ഒരാൾക്ക് 500 രൂപ. ആര് കൊണ്ടുവന്ന് നോക്കാം. താഴെ കളയരുത്. ആദ്യമായിട്ട് ഐസ്ക്രീം തിന്നുന്ന പോലെ വീണ്ടും അവസാനത്തെ ഐസ്ക്രീം കഴിക്കുകയാണ്. യെസ്, അവസാനത്തെ ഇവിടെ എടുത്തിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കി അവസാനത്തെ ഇവിടെ എടുത്തിരിക്കുകയാണ്. ആര് തീർക്കും നോക്കാം. അവസാനത്തെയാണ്. ആഞ്ഞു പിടിച്ചിട്ടുണ്ടോ? 500 രൂപ. ആര് കൊണ്ടുപോകും നോക്കാം. അവിടെ ഒരു കാല് തീരാനുണ്ട്, ഇവിടെ ഒരു മുക്കാല് തീരാനുണ്ട്. ഫുള്ള് കോൺസെൻട്രേഷൻ എടുത്ത് തിന്നുകയാണ്. ഇതൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കണം. ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കേ പറ്റും. ഇറക്കിയിട്ടില്ല. അഞ്ചാമത്തെ പറ്റും.
വിന്നർ ഈസ് റസ്ലാൻ. ഓക്കെ, ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. താങ്ക് യു ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. അതാ 6 മിനിറ്റോളം എടുത്തിട്ടാണ് നിങ്ങൾ കഴിച്ചു തീർത്തത്. ആദ്യം ഇവിടെ ചോദിക്കാം എങ്ങനെയുണ്ട്, എന്താ അല്ല അന്ന വിന്നറിനോട് ചോദിക്കാം. ഒരു ഐസ്ക്രീം കൂടെ ആയാലോ? ഇവിടെ എന്താ പറയാനുള്ളത്? ഇഞ്ചോടിഞ്ച് പോരാട്ടായിരുന്നു. വാക്കുകളില്ലേ? എന്ത് പറ്റി? കോമ്പറ്റീഷൻ ഒന്ന് പുറകോട്ട് പോയത്? വിചാരിച്ചപ്പോഴല്ല ഐസ്ക്രീം വേണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു 5 എണ്ണം കഴിച്ചപ്പോൾ ഇത്? ഞാൻ ഇത്രയും ഫുഡ് കഴിക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ തിരിച്ചറിയത്. ഇവിടെയോ 5 ഐസ്ക്രീം കഴിച്ചപ്പോ എന്താ പറയാനുള്ളത്? ഫസ്റ്റത്തെ മാത്രമേ അറിയുള്ളൂ, പിന്നൊക്കെ ഒന്നുമില്ല. പിന്നെ അറിവില്ല, ഫുള്ള് തരിച്ചു പോയി. 500 രൂപ ക്യാഷ് പ്രൈസ് ഇട്ടിരിക്കുകയാണ്. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പം എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് താങ്ക് യു. സ്മാർട്ട് ഫോൺ കൂടാതെ 2000 രൂപ സമ്മാനം കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ ലഭിക്കണമെന്ന് അറിയാൻ നിങ്ങൾ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുക. കൂടാതെ അടുത്ത ആഴ്ചത്തേക്കുള്ള ചോദ്യം ഇതാണ്: എത്ര ഐസ്ക്രീമാണ് ഓരോ വ്യക്തിക്കും നമ്മൾ വെച്ച് കൊടുത്തത്? ഓക്കെ, ഓരോ വ്യക്തിക്ക് കൊടുത്തത് എത്ര ഐസ്ക്രീമാണ്? ഇതിനുള്ള കറക്റ്റ് ഉത്തരം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ആഴ്ച അപ്ലോഡ് ചെയ്യാൻ പോകുന്ന റീലിൻ്റെ താഴെയാണ് ഇടേണ്ടത്. കൂടാതെ വാട്സപ്പിൽ നമ്മുടെ ഈ ഫുൾ വീഡിയോ 2 പേർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ മിനിമം, പിന്നെ വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്, മിനിമം 2 പേർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നറുക്കെടുപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ ഈ ആഴ്ച, അതായത് പിന്നെ ഇനി 6 ആഴ്ച കൂടെ ഉള്ളൂ നറുക്കെടുപ്പിലേക്ക്. അപ്പം ഈ ആഴ്ച പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരിൽ നമ്മൾ 6 പേരെയാണ് സെലക്ട് ചെയ്യുന്നത്. 6 പേരെ ഫൈനൽ നറുക്കെടുപ്പിലേക്ക് സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ എല്ലാം ഫൈനൽ നറുക്കെടുപ്പ് വരുന്നത് നമ്മുടെ 8ാമത്തെ ആഴ്ചയാണ്. ഇനി അതിന് 6 ആഴ്ച കൂടെയുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.